കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ രചന എന്ന് പറയുന്നവൾ ഇവിടെ വന്നായിരുന്നോടാ? എന്നിട്ട് എന്റെ മോളെ ഭീഷണിപ്പെടുത്തിയല്ലേ? ഇടയ്ക്ക് വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ആ വിവരം എന്നോട് പറയാതിരുന്നേ? അവളുടെ കാര്യം അറിയാലോ അമ്മയ്ക്ക്. പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ എന്തിനാ അവിടെ പോയി തല്ലുമുഴക്കൊക്കെ ഉണ്ടാക്കുന്നേ? ഞാൻ എങ്ങോട്ടും പോവാനൊന്നും പോകുന്നില്ല. പക്ഷേ എന്റെ മോളെ അവൾ ഇവിടെ വന്ന് കയ്യേറാൻ ശ്രമിച്ചപ്പോ നീ എന്താടാ നോക്കിക്കൊണ്ട് നിന്നേ? ഞാൻ കണ്ടില്ല അവളെ കയ്യേറുന്നത്. കണ്ടാലും നീ ഒന്നും മിണ്ടത്തില്ല. അവളാണ് നിന്റെ മുൻ ഭാര്യയെ കുഴിയിൽ കൊണ്ട് ചാടിച്ചെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. എന്നിട്ടിപ്പൊ രണ്ടാള് ഒരുമിച്ചാ താമസം. അതിന്റെ അർത്ഥം എന്തുവാടാ? എടാ, അവളുമാര് രണ്ടുപേരും ഒരുമിച്ചാ അഴിഞ്ഞാടി നടക്കുന്നത്. അമ്മ കഥ അറിയാതാണ് സംസാരിക്കുന്നത്. ഓ, എനിക്ക് കൂടുതൽ കഥയൊന്നും അറിയണ്ട. ഇനി അതറിഞ്ഞിട്ട് ഞാൻ ഒരു മാസികയിലും എഴുതാനും പോകുന്നില്ല. അവളുമാര് ഇങ്ങനെ വാശി പിടിക്കുന്ന സ്ഥിതിക്ക് അതിനേക്കാൾ വാശിയോടെ നിന്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. അമ്മ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കമ്മേ. അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാടാ ഞാൻ പറയുന്നേ. അല്ല, നീ എന്നെ സൂപ്പർ മാർക്കറ്റിൽ വിട്ടിട്ട് എങ്ങോട്ടായിരുന്നു ഇടയ്ക്ക് പോയത്? ഞാൻ എങ്ങോട്ടും പോയില്ല. ഞാൻ പുറത്തേനെ ഉണ്ടായിരുന്നു. നീ ആരെയോ കാണാൻ പോയതാണെന്ന് എനിക്കറിയാം. ആരെ വേണമെങ്കിലും കണ്ടോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അമ്മേ, ഞാൻ വീട്ടിലേക്ക് തരണോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്കാ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ പോകാനും എനിക്കറിയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ ചാരപ്പണിക്ക് തന്നെയാ ഇവിടെ വിട്ടിരിക്കുന്നത്. നീ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാ. അവളെ ഇവിടെ വന്ന് ആരെങ്കിലും വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്താ ഒരേട്ടൻ എന്ന രീതിയിൽ നീ ഇടപെടണം. പെണ്ണുങ്ങളും തമ്മിൽ വഴക്കിടുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് കയറി ചെല്ലാൻ പറ്റില്ല. നിന്റെ സ്ഥാപനത്തിലേക്ക് അവളുമാരൊക്കെ വരരുതെന്ന് നിനക്ക് പറയാൻ പറ്റില്ലേ? എന്റെ അറിവോട് കൂടി അല്ല അവള് വന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ വന്നപ്പോ ഇനി മേലിൽ ഇതിനകത്ത് കാലെടുത്ത് കുത്തരുതെന്ന് നിനക്ക് പറയാൻ പറ്റില്ലെന്നാ എന്റെ ചോദ്യം. അങ്ങനെ ചാരു പറഞ്ഞല്ലോ. ഈ സ്ഥാപനത്തിന്റെ MD നീയാ. അപ്പൊ നീ പറയുന്നതിന്റെ ശക്തി അവള് പറയുന്നതിനില്ല. അതുകൊണ്ട് വിലക്കേണ്ടവരെ ഒക്കെ നീ വിലക്കിയിരിക്കണം. കുറച്ചു ദിവസം കഴിയുമ്പോ അത് പറയാൻ ഒരാള് വരും നിന്റെ ജീവിതത്തിലേക്ക്. അതുവരെ നീ വേണം എല്ലാത്തിനും മുൻകൈ എടുക്കാൻ. അല്ല, ആ രചന എന്ന് പറയുന്നവൾ എവിടെയാ താമസിക്കുന്നേ? അതെനിക്കറിയത്തില്ല. അമ്മ ഇനി അവളെ പിന്നാലെ പോയി വെറുതെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അവൾ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ വീട് തെരഞ്ഞു പിടിച്ച് പോയിട്ട് അവളെ ഞാൻ വലിച്ചു കീറിയനെ. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെൺകുട്ടി അല്ല അവള്. അമ്മ വലിച്ചീറാൻ നിന്നാലേ അവള് നിന്നേരത്തൊന്നുമില്ല. എന്നാ പിന്നെ കാണാടാ. ജയിലിൽ കിടന്നപ്പോ എല്ലാം തികഞ്ഞവളുമാരെ ചവിട്ടി കൂട്ടിയവളായി ഞാൻ. പിന്നെ അല്ലേ ഈ നരുന്ത് പെണ്ണ്. അവളെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഞാൻ കാണട്ടെ. അന്ന് അവളുടെ അഹങ്കാരം ഞാൻ മാറ്റിക്കൊടുക്കും. എത്രയുണ്ടടാ നിന്റെ കയ്യില്? നിന്റെ കയ്യിൽ ഇപ്പൊ പൈസ എത്രയുണ്ടെന്ന്? ശരി, വേണ്ടാത്ത വർത്തമാനൊന്നും കേൾപ്പിക്കരുത് കേട്ടോ. എന്നെ ഇങ്ങോട്ട് വരുത്തരുതെന്ന്. ഇവിടെ എല്ലാവരും ഉണ്ടച്ചാ. അതറിഞ്ഞിട്ട് തന്നെ മോളെ ഞാൻ വന്നത്. എന്നാ വാ. അച്ഛൻ ജയനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി. ദേ, ഹരിതമോളും ദീപയൊക്കെ എനിക്ക് എന്റെ സ്വന്തം മക്കളെ പോലാ. അച്ഛൻ ഇരിക്കെ. എനിക്കിരിക്കാനൊന്നും സമയമില്ല മോളെ.
ജയനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുക എന്റെ ഭാര്യ. അതറിഞ്ഞിട്ടാ ഞാൻ വന്നത്. മക്കള് രണ്ടാളുമായിട്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ. ഹരിയേം ജയനെയും കണ്ടിട്ടാ ഞാൻ വരുന്നത്. മോള് പേടിക്കണ്ട മോളെ. അവൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ജയൻ മോളെ മറന്നൊന്നും ചെയ്യില്ല. എല്ലാത്തിനും കുറ്റം പറയേണ്ടത് അച്ഛനെ തന്നെ. ഇപ്പോഴല്ല, കുറച്ചുകൂടെ നേരത്തെ അച്ഛൻ നട്ടല് നിവർത്തി നിൽക്കണമായിരുന്നു. അങ്ങനെ നിന്നിരുന്നെങ്കിലേ പല പ്രശ്നങ്ങളും പരിഹരിക്കാനാകുമായിരുന്നു. അത് 100% സത്യ. എന്തോന്ന് സത്യം? അവളെ നിയന്ത്രിച്ചു നിർത്താനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. പിന്നൊരു വഴിയുണ്ട്. കൊല്ലണം. അല്ലാതെ ഇത് പരിഹരിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചു ദിവസം അവിടെ താമസിച്ചതല്ലേ. അച്ഛൻ പറഞ്ഞത് ശരിയാ. ലാലേട്ടന്റെ അമ്മയെ മര്യാദ പഠിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അച്ഛൻ നട്ടല് വിളച്ചു നിന്നതുകൊണ്ടാ ഇത്രയും കാലം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ അവളെ ഒന്നുകൂടെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇനി ഈ നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് പോകും. അവളെന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞങ്ങള് 3 ആളും ഒന്നിച്ചാണെന്ന് ലാലേട്ടന്റെ അമ്മയ്ക്ക് അറിയില്ല. അതറിഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ ഹരിതയുടെ ജോലി പോലും പോവാൻ സാധ്യതയുണ്ട്. മോളുടെ ജോലി പോയാലും അവക്ക് വേറൊരെണ്ണം അന്വേഷിച്ച് കണ്ടുപിടിക്കാവല്ലോ. എന്നാലും ദേ, ഇതുപോലെ നല്ല മനസ്സുള്ള എന്റെ മരുമോളെ ഇവിടുന്ന് പറഞ്ഞു വിടരുതെന്നാ എന്റെ അഭിപ്രായം. അതെന്തായാലും ഉണ്ടാകില്ല അച്ഛാ. ഞാൻ എന്റെ സ്വന്തം ചേച്ചിയായിട്ടാ ഇപ്പൊ ദീപിച്ച് കാണുന്നത്. ഒരു സമയത്ത് മോളെ തകർത്ത് കളഞ്ഞത് രചനയാ. അതിന്റെ കാരണമൊക്കെ ഞാൻ അറിഞ്ഞു. ഏതായാലും തന്റെ ഇടമുള്ള ഒരാള് ഇവർക്കൊപ്പം ഉള്ളത് നല്ലതാ. ഇനി എന്റെ ഭാവിയും ജീവനും എനിക്ക് നഷ്ടപ്പെട്ടാലും ദീപയ്ക്ക് ഒരു പോറല് പോലെ ഏക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു സമയത്ത് രചനയ്ക്കൊപ്പം നടന്ന ഒരുത്തന് ഇപ്പൊ എന്റെ വീട്ടിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. കാർത്തി. അവൻ കയറിക്കോട്ടെ. അച്ഛന്റെ മോളെ കല്യാണം കഴിച്ചോട്ടെ. അവര് തമ്മിൽ ചേരുന്നത് നല്ലതാ. കാർത്തിയെ പോലെ ഒരാൾക്ക് അച്ഛന്റെ മോളെ കൊണ്ടു നടക്കാൻ പറ്റൂ. പാവം ജയൻ. അവൻ മോളെക്കാളും വിഷമിച്ച് നടക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. ഞാൻ പറഞ്ഞു മോളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ അങ്ങ് പൊയ്ക്കോളാൻ. അവന് ഗൾഫ് നാടുകളിലൊക്കെ നല്ല ബന്ധമുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തിയിട്ട് മോളെയും കൊണ്ട് അങ്ങ് പോയാല് അവന്റെ അമ്മ ഇവിടെ കിടന്ന് കൊരക്കത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാകത്തില്ല. അവസാനം അതൊക്കെ തന്നെ സംഭവിക്കും. അവൾക്ക് അവിടെ 2 ആമക്കളെ നഷ്ടപ്പെടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മക്കളെ. ഒരു ചായ പോലും കുടിക്കാതെ പോവാണോ അച്ഛാ? വേണ്ട മോളെ, മനസ്സിനൊരു സുഖമില്ല. ശരി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പാവപ്പെട്ട അച്ഛനാ. എന്നിട്ട് ആ അച്ഛനെ പോലെ ഉൾക്കൊള്ളാൻ ലാലേട്ടന്റെ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ. അവരൊരു മനുഷ്യ സ്ത്രീ അല്ല ദീപേ. അവർ ഈ യുഗത്തില് ജീവിച്ചിരിക്കേണ്ടവരെ അല്ല. തലവഴി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചപ്പോഴാ ലാലേട്ടൻ അമ്മയ്ക്കൊപ്പം പോയത്. അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് ഇനി ലാലേട്ടനോട് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പറയുമായിരിക്കോ? അങ്ങനെ പറഞ്ഞാലും ശരി, അത് ചേച്ചിയുടെ ലാലേട്ടൻ കേൾക്കാൻ പോകുന്നില്ല. ഇത്രയും ദിവസത്തെ ജയലാൽ സാറുമായിട്ടുള്ള എന്റെ പരിചയം വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ ചേച്ചി പ്രാണനായി സ്നേഹിക്കുന്ന ആളാ. അങ്ങനെയുള്ള സാറ് പ്രാണം പോയാലും ചേച്ചി വിട്ടുകളയില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഭയം ഒന്നും വേണ്ട. ഓ, നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സ്വന്തം അച്ഛനോട് മോള് ചോദിക്കുക നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. എന്റെ അമ്മ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ അച്ഛനല്ലാന്ന്. അതുകൊണ്ട് ഇനി അങ്ങനെ വിളിക്കാനും പറ്റില്ല. എനിക്ക് ഒരാള് വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ടോടി? അല്ല, ഇതാര്? അമ്മാവനും ഇങ്ങോട്ട് വേണ്ടി ഇടിച്ചു കയറാനൊക്കെ ഉള്ള തന്റെ ഇടം ആയോ? പിന്നെ നിന്നെ പോലെ നട്ടലില്ലാത്ത നാണം കെട്ടവനാണോടാ ഞാന്. ഇവിടുന്ന് പോയതിനു ശേഷം അമ്മാവൻ ഡബിൾ സ്ട്രോങ് ആണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എടാ, നിനക്കൊരിക്കലും എന്നെ പോലെ ആകാൻ കഴിയില്ല.
കാരണം നിനക്കൊരു ജോലിയില്ല. പിന്നെ വരുമാന മാർഗവും ഇല്ല. പിന്നെ കെട്ടിയവളുടെ ചെലവിൽ കെട്ടിക്കേറി കിടക്കേ നിനക്ക് നിവർത്തിയുള്ളൂ. അമ്മ വരുന്നതിന് മുമ്പേ നിങ്ങൾ പോവാൻ നോക്ക്. അവളെ കണ്ടിട്ട് പോകാനാണ് ഞാനിവിടെ വന്നത്. ഒരു നായ ഇവിടെ കൊണ്ട് കെട്ടാൻ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിരുന്നു. അതിനെ കൊണ്ടുവന്നോ എന്നറിയാനാ ഞാൻ ഇപ്പൊ വന്നത്. എന്തായാലും കൊണ്ടുവന്നു. എന്നിട്ട് എവിടെ? ദേ ഇവിടെ. നീ തന്നെ. എടാ, ഇവിടുന്ന് നിന്നെ ഇറക്കി വിട്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ദേ എന്നിട്ടിപ്പോ നിന്നെ തിരികെ കൊണ്ടുവന്നല്ലോ വീട്ടുകാവലിന്. അമ്മായി ദേ ദേ നേരെ കയറി വന്ന് എന്നെ പട്ടിയാക്കോ ഇങ്ങേര്. നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല അല്ലേടോ? നിങ്ങളെ ഇന്ന് ഞാൻ അയ്യോ കാണിച്ചു തരാം. അമ്മേ, അയ്യോ അമ്മേ, അമ്മായി, വേണ്ട വേണ്ട അമ്മായി. വേണ്ട അമ്മേ, വേണ്ട, അയ്യോ, വേണ്ട. വേണ്ടാന്ന് വെക്കുന്നതിന് അമ്മേ. എന്നെ കളിയാക്കാൻ വേണ്ട. അമ്മായി, വേണ്ട അമ്മായി. ഞാനിന്നൊരു തല്ലി വീട് കൊല്ലും. അമ്മേ. ജയിലിലേക്ക് വേണ്ട, പോയാലും ശരി. വിടാ. ഇനി നാശം പിടിച്ചവനെ കാണാൻ പാടില്ല. അമ്മാവാ, ഓടി വിടാ. രക്ഷപ്പെടാം, അമ്മാവാ. നീ പോടാ. ഓടുന്നതൊക്കെ പണ്ട്. ആ, നിങ്ങളെ അമ്മായി, വേണ്ട അമ്മായി. അമ്മേ വീട് കൊല്ലും. അമ്മേ അമ്മായി, വിട് വിടാ. അമ്മേ. എനിക്ക് ഇയാളെ നിന്നെ ഞാൻ- വിട്. വിട്. ഇവിടെ അമ്മായി. നിന്നെ ഞാൻ ദാ, ഇതുപോലെ നിന്നെ ഞാൻ ഒടിച്ചു മടക്കി രണ്ടായിട്ട് ദൂരെയും കേട്ടോടി. എടോ, എന്റെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടിയാ പോലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അത്ര ഉള്ളടി നീ. ആ കണ്ടോ, ഇവന് പോലും സന്തോഷമായി. യാതൊരു ഉളുപ്പും കൂടാതെ മക്കളെയൊക്കെ സാരിത്തുമ്പി കെട്ടിയിടാൻ നോക്കുവാ നീ. ജയനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കാൻ നോക്കാ നീ അല്ലേടി? ഓ അത് അറിഞ്ഞിട്ടാണല്ലേ വരവ്. അതേടി, നിന്റെ അമ്മ ഈ ജന്മം മുഴുവൻ നോക്കിയാലും അങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാലും ശരി, കല്യാണത്തിന്റെ തലേ ദിവസം പെണ്ണിന്റെ അമ്മായിമ്മ മരിക്കും. ഇവളെ ഞാൻ കൊല്ലും. അത് പറയാനാ ഞാൻ വന്നത്. അമ്മാവനിപ്പോ ഒരാണായി. അയ്യോ, കാലി കയറി നിൽക്കുക ഞാൻ. ആ ദേഷ്യം മുഴുവൻ തീർക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് നീ. അയാളോട് ആരാധന തോന്നുന്നെങ്കിലേ ഇറങ്ങി പോടാ. അയാളുടെ കൂടെ പൊയ്ക്കോ. അമ്മാവന് വലിയൊരു മാറ്റം ഉണ്ടായെന്ന് പറയുമായിരുന്നു ഞാൻ. ഇതുപോലെ മാറിയതാ ജയനും. എന്നിട്ട് എന്തായി? ഞാൻ മനസ്സിൽ വൈരാഗ്യം വിട്ട് വളർത്തിയ പിന്നാലെ അതിനൊരു തിരിച്ചടി ഉണ്ടാവും. എന്നെ വേദനിപ്പിക്കുന്നവർക്ക് ഇയാൾക്കും അതിനുള്ള സമയമായി. എവിടെയാണിപ്പോ അയാളുടെ താമസം എന്നറിയില്ല. എങ്കിലും എന്നോട് കളിച്ച അതൊരു വൻ ദുരന്തമാണെന്ന് മറ്റാരെക്കാളും അയാൾക്കറിയാം. അത് മിക്കവാറും ഉണ്ടാവുകയും ചെയ്യും. അയാൾക്ക് ബലിയിട്ട കൈകൾ കൊണ്ട് തന്നെ കൊല്ലും ഞാൻ അയാളെ. പിന്നെ കൊല്ലും. എടി, അമ്മാവനിപ്പൊ കാലെ വരെ നിലത്തടിച്ചതെങ്കിലേ നിന്റെ അമ്മ ഇപ്പൊ തീർന്നേനെ. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? അമ്മയുടെ നേരെ വിരൽ ചൂണ്ടിയപ്പോ നിങ്ങൾ എന്തിനാ നോക്കിക്കൊണ്ട് നിന്നേ? ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്തില്ലേ? പിന്നെ ആ മുട്ടാളുടെ നേരെ ഞാൻ എന്തോ ചെയ്യാനാ? അയാള് കൈയെടുത്ത് എന്റെ ദേഹത്തിട്ടാലേ ഞാൻ ചളങ്ങിപ്പോവും. പെട്ടെന്ന് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ, ഇനി എന്നാണോ എന്തോ എനിക്ക് ഇതുപോലെ അമ്മാവനെ പോലെ ആവാൻ പറ്റുന്നത്. ആ, അച്ഛാ, ആ മോളെ, കേറി വാ അച്ഛാ. അച്ഛൻ ഇരിക്ക്. മോളിരിക്കും. നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ഒരാളെ കണ്ടെത്തിയതും കല്യാണം കഴിച്ചതും. എന്നിട്ടിപ്പോ മുഖത്ത് പാട് വീണല്ലോ. ആ നമസ്കാരം. 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 ഞാൻ അഡ്വക്കേറ്റ് വിജയകുമാർ, ദിലീപിന്റെ അച്ഛനാ. മനസ്സിലായി. അച്ഛനൊപ്പമാണ് താമസമെന്ന് മോള് പറഞ്ഞിരുന്നു. ദിലീപേ, നിനക്ക് വേറൊരുത്തി ആലോചിച്ചപ്പോ ഞങ്ങളുടെ പോലും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് എടുപിടിന്ന് എന്റെ മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമായിരുന്നു. എന്നിട്ട് നിന്റെ അമ്മയും സഹോദരിമാരും കൂടെ എന്റെ മോളെ നിന്റെ വീട്ടിലിട്ട് ശ്വാസം മുട്ടിച്ചില്ലേ? എന്റെ ഭാര്യയാണ് പ്രതി. അവളാണ് രണ്ട് പെമ്മക്കളെ വളർത്തി ഇല്ലാതാക്കിയത്. എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് മാറി താമസിച്ചത്. അല്ല, ഇവളുടെ ഭാഗത്തുണ്ട് തെറ്റ്. അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ മോളോടും മോനോടും പല പ്രാവശ്യം പറഞ്ഞത്. എന്നിട്ട് അവർ കേട്ടില്ല.
സാറൊരു വക്കീലായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാനല്ലല്ലോ ഇവിടെ പ്രതി. എന്റെ ഭാര്യയെ ജയിലിൽ കിടത്തണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹിച്ചത് ഞാനാ. അവളുടെ അഹങ്കാരം ഇല്ലാതാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാ ഒരു ഗുണ്ടയുടെ കാര്യം മോള് പറഞ്ഞില്ലേ, അവനാണ് എല്ലാം തൊലച്ചത്. ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഇപ്പൊ കാണാൻ കഴിയില്ലായിരുന്നു. ആ ഗുണ്ടേ അവന്റെ തനി സ്വഭാവം പുറത്തെടുത്തേ. അവൻ ഒറ്റൊരുത്തനാ ജയിലിൽ കിടക്കേണ്ട ഒരുത്തി ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എനിക്കിത് ഒറ്റ മോളാ. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ മോൾക്ക് എന്തെങ്കിലും വേദനിക്കേണ്ടി വന്നാ പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ടങ്ങ് പോവും. അതിലാർക്കും തർക്കമൊന്നും വേണ്ട. ഇവളുടെ അമ്മയെ ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നതാ. അവള് വന്നു കഴിഞ്ഞാലേ വല്ലാതെ അങ്ങ് വയലന്റ് ആവും. ചിലപ്പോ നിന്റെ കരണത്തിട്ടൊന്ന് തന്നിരിക്കും. ആദ്യമായിട്ട് വന്നതല്ലേ, ഇനിയിപ്പോ നടന്നതെല്ലാം മറന്നേക്ക്. മോളെയും കുട്ടി ഞാൻ അങ്ങോട്ട് പോരുന്നത് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. ദിലീപേ, മോളെയും കുട്ടി മാത്രമല്ല, ഇനി അമ്മയും പെങ്ങന്മാരെയും കാണാൻ നീ അങ്ങോട്ട് പോകാൻ പാടില്ല. ഭാര്യയെ തല്ലിയ അമ്മയാ, ഇവളായിട്ട് ശ്വാസം മുട്ടിച്ച പെങ്ങന്മാരാ. അവരുമായിട്ട് നിനക്ക് ഒരു ബന്ധവും പാടില്ല. അത് ഞാനും പറഞ്ഞിട്ടുണ്ടച്ചാ. കേട്ടല്ലോ. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദിലീപേ? ഏയ് ഇല്ല. ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഇറങ്ങട്ടെ. ഇവിടെ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകായിരുന്നു. വേണ്ട, അതിനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. മോളെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ കൊടുത്തുവിടാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി എന്നാ. വാ മോളെ. അങ്ങേര് പറയുന്നതും കേട്ട് മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. ആ പോയതൊരു കോടീശ്വരനാണെന്ന് നിനക്കറിയാലോ. സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ട് തരാമെന്നും പറയുന്നുണ്ട്. എടാ, അതൊക്കെ മുതലാക്കണോടാ. അല്ലാതെ നിന്റെ ഭാര്യ അച്ഛനെയൊക്കെ പുറമ്പോക്കായിട്ട് കിടന്ന അഹങ്കാരികൾക്ക് വേണ്ടി നിന്റെ ജീവിതം തുലയ്ക്കരുത്. ദേ, അയാൾ ഒരു താക്കീത് തന്നു കഴിഞ്ഞു. ഇനി അത് കേൾക്കാതെ നീ നിന്റെ അമ്മയെ പെങ്ങന്മാരെ കാണാൻ ശ്രമിച്ച, അങ്ങോട്ടെങ്ങാനും പോയാ അവിടെ തീരും ഈ ബന്ധം. അത് നീ മറക്കണ്ട. പൊന്മുട്ടിടുന്ന താറാവടാ അത്. ബുള്ളറ്റേ, ദിയേ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായി. ഞാൻ കരുതി ആ തല്ലിപ്പൊളിയും കൂടെ ഉണ്ടാവുമെന്ന്. ആര്? ആ സുനിലോ? അതെ. ഏയ്, അവൻ തല്ലിപ്പൊളിയൊന്നുമല്ല കേട്ടോ. തന്റെ ആങ്ങളെക്കാളും വളരെ വളരെ നല്ലവനാ. ഇരിക്കെ. അതിനേക്കാളും നല്ലവര് തന്നെയാ മിക്ക ആണുങ്ങളും. ഞാൻ വെറുതെ പറഞ്ഞത്. പിന്നെന്താ വന്നത്? ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ. സത്യം പറയാലോ ദിയെ, ഞാൻ ദിയെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെയാ ദിയ വന്നത്. ബുള്ളറ്റിന് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലേ? ഞാനെന്തിനാ പേടിക്കുന്നത്? അല്ല, ചുറ്റിനും ശത്രുക്കളാണല്ലോ. അവരെല്ലാം കൂട്ടത്തോടെ വന്നാ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ പാടായിരിക്കില്ലേ? ഹേയ്, ഒരു പാടുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ. പിന്നെ നമ്മൾ അതേപ്പറ്റി ഓർത്ത് ഭയന്നാലുണ്ടല്ലോ, നമ്മുടെ ആയുസിന്റെ നീളം കുറയത്തേ ഉള്ളൂ. ജീവിതത്തില് ഇന്ന് വരെ ബുള്ളറ്റ് പേടിച്ചിട്ടില്ലേ? ഞാൻ ഭയന്നത് എന്റെ അച്ഛനെ കൺമുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോഴാണ്.
അത് കുറച്ചുനാൾ അങ്ങനെ മനസ്സിൽ കിടന്നു. പിന്നെ ആ മനസ്സ് പരുക്കനായത്. സത്യം പറയാലോ, ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കരുതിയതല്ല. പരിചയപ്പെട്ടത് ഒരു തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ഗുണ്ടയുടെ പിന്നാലെ നടക്കുന്നു, ഗുണ്ടയെ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചാരണം ഉണ്ട് ഇപ്പൊ. എന്റെ അച്ഛനോ ആങ്ങളെയൊക്കെ തന്നെ അതിന് പിന്നില്. എന്നാ അതൊരു അഭിമാനമായിട്ടാ ഞാനിപ്പോ കാണുന്നത്. സത്യസന്ധയായ ഒരു വില്ലേജ് ഓഫീസറുടെ മകളാണ് ദിയ. അപ്പോ അങ്ങനെ ഒരു മേൽവിലാസം ഉണ്ടാക്കുന്നത് നല്ലതാണോ? ആ വില്ലേജ് ഓഫീസർ ആദ്യമൊക്കെ എന്നെ വിലക്കിയിരുന്നു. എന്നാ ഇപ്പോ എന്നെ പോലെ തന്നെ എന്റെ അമ്മയ്ക്കും ബുള്ളറ്റിനെ ഇഷ്ടാ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു കുടുംബത്തോട് എനിക്ക് ഇത്ര അടുപ്പം ഉണ്ടാവുന്നത്. ഞാൻ ഇത്രയൊക്കെ അവരെ സ്നേഹിക്കുന്നത്. അന്ന് ജീപ്പ് തട്ടിയ ശേഷം ശരീരം ആസകലം മുറിവുമായിട്ട് ബുള്ളറ്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ അനുഭവിച്ച വേദന എത്രയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ഓർത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ചപ്പോഴാണെന്നറിയോ?